നമ്മുടെ കേരളത്തിന്റെ ഗതിമാൻ എക്സ്പ്രസ് അങ്ങനെ ഫൈനലി പുതുപുത്തൻ LSB കോച്ചുകളായിട്ട് ഇന്ന് ഓടി തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൽ ലാസ്റ്റ് വീഡിയോ ഇതുപോലെ നമ്മുടെ കേരളത്തിലെ ഗതിമാൻ എക്സ്പ്രസിൻ്റെ ആയിരുന്നു. നമ്മുടെ എറണാകുളം KSR ബംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് ആണ്. അപ്പോൾ അതിന്ന് ജൂൺ 20 മുതൽ പുതിയ LSB കോച്ചുകളായിട്ട് ഓടി തുടങ്ങുകയാണ്. അതിന്റെ റേക്കാണ് എൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന നല്ല വെട്ടി തിളങ്ങുന്ന കോച്ചുകൾ. ഇത് നാളെ ഇടുന്ന് പുറപ്പെടുന്ന റേക്കാണ്. നമ്മൾ ഇന്ന് പോകുന്ന റേക്ക് ദേണ്ട് കിടക്കുന്നു. അവിടെ ലോക്കോ ഒക്കെ അറ്റാച്ച് ചെയ്ത് സിറ്റായി കിടപ്പുണ്ട്. ഏതോ പരസ്യം ഒട്ടിച്ച ലോക്കോ ആണ് കേട്ടോ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സാധാരണ കിട്ടുന്ന പോലെ പഴകിയ കോച്ചൊന്നും അല്ല, നല്ല വെടിപ്പൻ 2025 മേഡ് എല്ലാം പുതുപുത്തൻ കോച്ചുകളാട്ടോ നമ്മുടെ ഇന്റർസിറ്റിക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അവർ നല്ല കീട്ടിലും കോച്ച് വയ്ക്ക് അടിപൊളി വെട്ടി തിളങ്ങുന്ന 27 മേഡ് കോച്ച് വയ്ക്ക്. ഇതിന് പാൻട്രി കാർ ഉണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കോച്ച് കോമ്പോസിഷൻ ഇപ്പം അടിപൊളിയാക്കി. പാൻട്രി കാർ പഴയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് നേരത്തെ ഒരു AC ചേർക്കാറുണ്ടായിരുന്നേ, അതിപ്പോൾ 2 ആക്കി കൂട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും മുന്നിൽ തന്നെയാണ്. പിന്നെ LSB ആക്കി പിന്നെ ആകെ മൊത്തം 4 ജനറൽ കോച്ചേ ഉള്ളൂ, മുന്നിലും പുറകിലും 2 വീതം. ഇതാണ് നമ്മുടെ AC ചേർക്കാർ. അത് നല്ല പുതുപുത്തൻ AC ചേർക്കാറാണ് കാണിച്ചതിനകത്തൊക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയി ലോക്ക് നോക്കിയിട്ട് ലോക്ക് നോടം തുടങ്ങി ഇങ്ങോട്ട് വരാം കേട്ടോ. ജനറൽ കോച്ചും ഇതേപോലെ അല്ല പുതുപുത്തൻ ബർത്തൊക്കെ ഉള്ള ടൈപ്പ് മറ്റേ ദീൻദയാലു കോച്ചാണ്. ഉപയോഗിച്ച കോച്ചൊന്നല്ല നമുക്ക് ഇട്ടിരിക്കുന്നത്, എപ്പോഴും നമുക്ക് പറയുന്നതാണ്. പക്ഷെ ഇത് പൊളിച്ച കേട്ടോ, അടിപൊളി. 2 റേക്കും ഇതേപോലെ അല്ല പുതുപുത്തൻ കോച്ചുകളാണ്. നമ്മുടെ എറണാകുളത്ത് മെയിൻ്റനൻസ് ആയിട്ട് നല്ല കിടിലനായിട്ട് ഇവർ മെയിൻ്റനൻസ് ചെയ്യും കേട്ടോ. പക്ഷെ ഇതിന് ഡെക്കറേഷനോ കാര്യമൊന്നുമില്ല കേട്ടോ. ഡെക്കറേഷനൊക്കെ ഇനി ചെയ്യുമോയെന്നും അറിയത്തില്ല, നോക്കാം നമുക്ക്. ജനറേറ്റർ കാറൊക്കെ ഓണാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നെയിം ബോർഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നെയിം ബോർഡ് കേട്ടോ. എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു. ആ പഴയ ടൈപ്പ് നെയിം ബോർഡ് തന്നെയാണ്, പക്ഷേ കിടിലം കേട്ടോ. ഇതിൻ്റെ ലോക്കോ ഒരു WP7 ലോക്കോ ആണ്. ശ്രീരാം ഫൈനാൻസർ എന്നൊരു ഫൈനാൻസർ പരസ്യം ഒട്ടിച്ച ഒരു WP7 കേട്ടോ. LSB ആയിട്ട് നല്ല അടിപൊളി WP7 ലോക്കോ ആയിരിക്കും മിക്കവാറും ഇനി കിട്ടുന്നത്. അപ്പോൾ ലോക്കോ ഒക്കെ പിടിപ്പിച്ച്, ലോക്കോയുടെ ഫ്രണ്ടിൽ മാല അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഡെക്കറേഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കൊള്ളാം, അടിപൊളി. ലോക്കോ എന്തായാലും അവർ WP7 കൊടുത്താൽ നന്നായി കേട്ടോ. വെച്ചടിച്ചങ്ങ് പൊക്കോളൂ, LSB-കളല്ലേ. അപ്പോൾ ലോക്കോ അവിടെ ക്രൂ ഒന്നും കയറിയിട്ടൊന്നുമില്ല, ലോക്കോ ഒക്കെ സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോച്ചുകളൊക്കെ കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് മുന്നിൽ തന്നെ തുടങ്ങാം. നമുക്ക് ജനറൽ കോച്ചിൽ കൂടെ കയറി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. D1 ആണ്, ഏറ്റവും ബാക്കിലാണ് കേട്ടോ എൻ്റെ കോച്ച്, സെക്കൻഡ് സീറ്റിങ്. അപ്പോൾ നമുക്ക് ജനറൽ കോച്ചിൽ തന്നെ തുടങ്ങാം കേട്ടോ. ജനറൽ കോച്ചൊക്കെ ആണെങ്കിലും നല്ല കിടിലൻ കോച്ചാണ്. അപ്പോൾ വെട്ടി തിളങ്ങുന്ന കേട്ടോ, അല്ലേ പൊളി, നല്ല അടിപൊളി കോച്ച്. അപ്പോൾ ജനറൽ കോച്ചിനകത്ത് കയറിയാൽ അമ്മേ അടിപൊളി കോച്ച് നോക്കി, കീട്ടിൽ നോക്കി. ഇത് മറ്റേ ബർത്തൊക്കെ ഉള്ള ഇപ്പോൾ മറ്റേ ദീൻദയാലു കോച്ചാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ അല്ലേ. ഇത് നമ്മുടെ വണ്ടി ആയതുകൊണ്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യും, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ കണ്ണൂർ ജംഗ്ഷനകത്തേക്ക് കണ്ടില്ലേ, ഇപ്പോഴും അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് AC ചേർക്കാറിനകത്താണ് കേട്ടോ. അതും നല്ല കീട്ടിലും അടിപൊളി തിളങ്ങുന്ന കോച്ച്. ഇതിൻ്റെ സീറ്റിംഗ് ആണ് ശരിക്കും അടിപൊളി കേട്ടോ. നല്ല പച്ച കളറിലെ കുഷനൊക്കെ കൊടുത്ത് പുഷ് ബാക്ക് സീറ്റും ട്രേ ടേബിളും ഒക്കെ ഉള്ള നല്ല അടിപൊളി ബോട്ടിലൊക്കെയുള്ള സ്ഥലവും ലെഗ് റെസ്റ്റും എല്ലാം ഉള്ള കിടിലൻ കോച്ച്. മറ്റേ 3x2 സീറ്റിംഗ് ലേഔട്ടിലുള്ള സൂപ്പർ കോച്ചാണ് നമ്മുടെ ഗതിമാനുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗതിമാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറൊന്നും വിചാരിക്കരുത്, ഞങ്ങൾ റെയിൽ ഫാൻസ് എപ്പോഴും അകലല്ലേ പറയല്ലേ, ബാംഗ്ലൂർ ഇന്റർസിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ചാർജിങ് പോയിൻ്റ് ഉണ്ട്, എല്ലായിടത്തും സെപ്പറേറ്റ് ചാർജിങ് പോയിൻറ്റും എല്ലാം ഉണ്ട്, ഒന്നും പറയല്ല. അടിപൊളി, നല്ല തണുപ്പിച്ചിട്ടേക്കുമാണ് കോച്ച് മൊത്തം കേട്ടോ. നല്ല വലിയ വിൻഡോ ആയതുകൊണ്ടേ പുറത്ത് നല്ല വിസിബിലിറ്റിയാണ്. അടിപൊളി. AC ചേർക്കാറിൽ പോകണേ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർക്കുള്ള ഏത് വണ്ടിയിൽ AC ചേർക്കാർ എത്ര ഇട്ടാലും ഹിറ്റായി പോയിക്കോളും. കാരണം കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതല്ലേ. എൻ്റെ സെക്കൻഡ് സീറ്റിംഗ് ഒക്കെ വേക്കൻ സീറ്റ് ഇഷ്ടം പോലെ കാണാറുണ്ട്, പക്ഷേ AC ചേർക്കാർ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബംഗളൂരു ഇന്റർസിറ്റിയുടെ AC ചേർക്കാറിൻ്റെ ഇൻറ്റീരിയർ. ഇനി നമുക്ക് മറ്റേ സെക്കൻഡ് സീറ്റിംഗ് നോക്കാം, ചേർക്കാർ. പിന്നെ വാഷ്റൂം ആയാലും നോക്കാം. വാഷ്റൂം ഒക്കെ വൃത്തിയിടാനുള്ളത് എന്താണ് ഇങ്ങനെ, വാഷ്റൂം ഒന്നും വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. ഇവരെ പാൻട്രിയുടെ ഇവിടെ ഒരു ബലൂൺ കെട്ടി തൂക്കിയിട്ടുള്ളൂ കേട്ടോ. ഈ പാൻട്രിയുടെ അവിടെ മാത്രമേ ഡെക്കറേഷനൊക്കെ, വേറെ ഒന്നും ഇല്ലേ. ആർക്കറിയാം. D11 തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ്. നമ്മുടെ കണ്ണൂർ ജംഗ്ഷനാബ്ദിയിലെ പോലെ തന്നെ സെയിം സീറ്റാണ് ഇതിനകത്തുള്ള മെമുവിൻ്റെ സീറ്റ്. ഇവിടെ ICF ഉണ്ടാക്കുന്ന കോച്ചുകളെല്ലാം മെമുവിൻ്റെ സീറ്റാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ ബംഗളൂരു ഇന്റർസിറ്റിയുടെ ചെയർക്കാർ അല്ലെങ്കിൽ സെക്കൻഡ് സീറ്റിനകത്തെ വ്യൂ. നമ്മുടെ കണ്ണൂർ ജംഗ്ഷനകത്ത് തന്നെ സെയിം കോച്ചിനുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ പുതുപുത്തൻ കോച്ചാണ് കേട്ടോ. ഈ ഒരു സീറ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ലെഗ് സ്പേസാണ്. നമുക്കിരുന്ന് ഇങ്ങനെ കാല് നീട്ടിയിരിക്കാം. പക്ഷേ 3 തടിയുള്ള ആൾക്കാർ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കാല് നീട്ടി ഇങ്ങനെ സുഖമായിട്ടിരിക്കാം കേട്ടോ. ഇതാണ് ഈ സീറ്റിൻ്റെ പ്രത്യേകത. നമ്മൾ ICF ആയിരുന്നപ്പോൾ വീഡിയോ ചെയ്തില്ല, അതിനകത്ത് ചാർജിങ് പോയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു കോച്ചിൽ, പക്ഷേ ഇതിനകത്ത് ചാർജിങ് പോയിൻ്റ് എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു സീറ്റിൻ്റെ 2 സീറ്റ് നടുക്കായിട്ട് 2 ചാർജിങ് പോയിൻ്റ് ഉണ്ട്.
അപ്പം സുഖമായിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ വാഷ്റൂം ഇതിൻ്റെ വാഷ്റൂം പിന്നെയും കൊള്ളാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് സീറ്റിക്കില്ല ചേർക്കാറിൻ്റെ ഒക്കെ ഭയങ്കര ശോഭമായിരുന്നു. പാൻട്രിക്കാറിലെ ചേട്ടന്മാർ ഇവിടെ ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കുക. അന്നാ പാൻട്രിക്കാറിന് മാത്രമുള്ള ഡെക്കറേഷൻ, പുറത്തൊന്നും ഇല്ലേ? പുറത്തില്ലേ? കൊള്ളാം. അപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഒരു പാല് കാച്ചലുണ്ടോ? അവര് സെറ്റ് ആയിക്കോ. ഭക്ഷണം ഉണ്ടാക്കുന്നതല്ലേ, അപ്പൊ അവിടെ അവര് അടിപൊളി ആക്കിക്കൊണ്ടിരിക്കും. എന്തായാലും കൊള്ളാം. എല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള ചേട്ടന്മാരാട്ടോ ഫുൾ ആൾക്കാര്. അവര് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ, റിബണൊക്കെ കെട്ടി ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുക എല്ലാരും. പാണ്ടിക്കാരിലെ ചേട്ടന്മാർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തോന്നി, പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് തോന്നിയില്ല. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്ത ആൾക്കാർ പറയും, അയ്യോ ഇത് നമ്മുടെ വണ്ടി അല്ലല്ലോ, നമ്മുടെ വണ്ടി മഞ്ഞ കളറല്ലേ. അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ആൾക്കാർക്ക്. അപ്പോൾ എൻ്റെ കോച്ചിൽ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ആൾക്കാർ തൃശ്ശൂർ പാലക്കാടൊക്കെ ആകുമ്പോഴേ കയറത്തുള്ളൂ. അതുപോലെ ഇന്ന് കുറേ വേക്കൻസി സീറ്റും ഉണ്ട്. ഈ ഇട ദിവസങ്ങളൊക്കെ ഈ വണ്ടിക്ക് M20 കുറേ വേക്കൻസി സീറ്റ് കിട്ടും സെക്കൻഡ് സീറ്റിങ്ങിലൊക്കെ. AC ചേർക്കാതെ കിട്ടത്തില്ല, ആ ഫുൾ ഏരിയ അത് നല്ല പിടിയിരിക്കും. അപ്പോൾ ഇതിന് നമ്മളിനി പാലക്കാട് വരെയാണ് പോകുന്നത്. കാരണം ബാംഗ്ലൂർ വരെ പോകുന്നൊന്നുമില്ല. പാലക്കാട് വരെയുള്ള LSP യാത്ര നമുക്ക് ആസ്വദിക്കാം. എൻ്റെ സീറ്റ് ഇവിടെ 54 കേട്ടോ. വിൻഡോസ് ഇടുന്നുണ്ട് ഇവിടെയാണ് എൻ്റെ സീറ്റ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ ഏപ്രിൽ 2025 ഉണ്ടാക്കിയാണ് കേട്ടോ നമ്മുടെ കോച്ച്. അപ്പോൾ നമ്മുടെ ബംഗളൂരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോച്ചുകളും നമ്മൾ കണ്ടല്ലോ, മീൻസ് എല്ലാ ക്ലാസ് ടൈപ്പ് കോച്ചുകളും. അപ്പോൾ ഇനി ഫ്രണ്ടിൽ പോയി നോക്കാം, ഇനി എന്തെങ്കിലും ഡെക്കറേഷൻ ഉണ്ടോ, മാല വല്ല ഇടുന്നുണ്ടോ നോക്കൊന്ന് പോയി നോക്കാം. പറയാൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടി ഇവിടുന്ന് കഴിയുമ്പോൾ ഒരു മാല ഇട്ടാലോ. ആക്ച്വലി ഇതിൻ്റെ ജനറലി കയറി പോയാൽ മതിയായിരുന്നു, വെറുതെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ജനറലി കാര്യമാണ് കൈ സാരം ഇല്ല ഇതില്ല. അതൊക്കെ ഒറ്റ മനുഷ്യന്മാരല്ല, പക്ഷെ ആലുവൊക്കെ ആകുമ്പോൾ കയറും കേട്ടോ. നമ്മുടെ പാൻട്രിയിലെ അണ്ണം വന്നിട്ട് ഇത് മറ്റേ കുമ്പളങ്ങയാണോ അതിനകത്ത് ഒരു തേങ്ങ ഉടക്കുന്ന പോലത്തെ സെറ്റപ്പ് കേട്ടോ. ഇവർ തേങ്ങ ഉടക്കുന്നതിന് പകരം ഈ സംഭവം ഉടക്കി വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബംഗളൂരു ഇൻഡർസിറ്റിയിലെ പാൻട്രി ചേട്ടന്മാർ കേട്ടോ. അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക ഇവിടെ ഒരു ചേട്ടൻ. അതൊക്കെ ഈ പാൻട്രിയിലെ ചേട്ടന്മാർക്ക് കിടക്കാനുള്ള ബർത്താണ് കേട്ടോ പാൻട്രി കോച്ചിലുള്ളത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഇവിടെയാണ് കിടക്കുന്നത്. നമ്മുടെ തേർഡീസിലെ പോലെ അപ്പറും മിഡിലും ലോവറൊക്കെ ഉള്ള ബർത്തുകൾ. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ICF ആയിരുന്നപ്പോൾ 7 ജെൻഡർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 ഉള്ളൂ. ICF ആയിരുന്നപ്പോൾ 1 ചെയർക്കാർ, ഇപ്പോൾ 2 ചെയർക്കാർ. പിന്നെ പാൻട്രി കാറുണ്ട്. സെക്കൻഡ് സീറ്റും സെയിം ആണ്. 11 ICF-നും 11 ഇതിനും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 20 കോച്ചാണ് ഈ വണ്ടിക്കുള്ളത്. ഇതിൻ്റെ AC ചെയർക്കാറിൽ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെയർക്കാറാണ് ഇതിൻ്റെ AC ചെയർക്കാർ. ഇതിനെ കാണിച്ചു തരണം ആദ്യം തന്നെ. നല്ല ഇൻറ്റീരിയറാണ്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ AC ചെയർക്കാർ എടുക്കുക, നല്ല കോച്ചാണ്. മറ്റേ ചെയർക്കാറിലാകുമ്പോൾ ചൂടൊക്കെയാണ്, നല്ല ബുദ്ധിമുട്ടായിരിക്കും. AC ചെയർക്കാർ അടിപൊളിയാട്ടോ. പിന്നെ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നേരെ രാവിലെ എറണാകുളത്ത് ഇവിടെ വരിക, ഒരു 8 മണി കഴിയുമ്പോഴേക്കും. എന്നിട്ട് ഈ ജനറലിന് കയറി സീറ്റ് പിടിക്കുക. അതേ ബർത്ത് ഉണ്ട്, വേറെ കിടക്കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ജനറൽ കോച്ചാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ചെയ്യാം. എറണാകുളത്ത് തന്നെ കയറുമ്പോൾ തന്നെ ഇതിന് സീറ്റ് കിട്ടും ഇഷ്ടം പോലെ. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് 9:10 എടുക്കുന്നത്. 11:37 റേഞ്ചിൽ നമ്മളിവിടെ പാലക്കാട് എത്തും. പാലക്കാട് വരെ ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് സീറ്റിംഗ് കോച്ചിൻ്റെ ഈ സീറ്റുകൾ ഒഴിച്ചെടുത്ത് ബാക്കി എല്ലാം ഇവിടെ ഇവിടെ. കാരണം നല്ല സ്പേസ് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ കാല് നീട്ടി സുഖമായിട്ടിരിക്കുക, ആരും ഇല്ലെങ്കിൽ. മനസ്സിലായോ? 3 പേരൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ പുതിയതായിട്ട് LSP വെച്ച് കൂടുന്ന എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കറക്റ്റ് 9:10 തന്നെ ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ വന്ദേ ഭാരത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന വണ്ടികൾ ഒരെണ്ണമാണ് ഈ ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ്. അതിന് LSP കൂടെ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകും. കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് LSP റണ്ണിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്രഷ് നീല പെയിൻ്റ് അടിച്ച ആ കോച്ചുകൾ ഇങ്ങനെ വളഞ്ഞ് വരുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. ഓ കിടു. പണ്ടത്തെ ICF-ൽ നീല കോച്ചുകൾ നിർത്തിയപ്പോൾ LSP-ൽ ഇപ്പോൾ നീല കോച്ചുകൾ ഉണങ്ങിയപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ട്രെയിനുകളൊക്കെ കാണാൻ വേണ്ടി. നമ്മൾ ഇറങ്ങി വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ കിടക്കുന്നത് കേട്ടോ. WP7 ലോക്കോടെ പവർ കേട്ടോ. വണ്ടി സൗത്തിൽ നിന്ന് വിട്ട ഉടനെയായിട്ട് കൈ വെച്ചൊക്കെ പോവാ കേട്ടോ. അടിപൊളി. കഴിക്കേ നമ്മൾ കണ്ട് എറണാകുളം ടൗൺ സ്കിപ്പ് അടിക്കുകയാണ് ഇപ്പോൾ.
പിന്നെ പാലക്കാട് വരെ പോകാൻ എനിക്ക് സെക്കൻഡ് സീറ്റിന് 100 രൂപയാണ് ആയത് കേട്ടോ. ജനറൽ ആകുമ്പോൾ ഏകദേശം ഒരു 15 രൂപ കുറയും, 85 രൂപ ആ റേഞ്ചൊക്കെ ഉണ്ടാവും ജനറൽ ആണെങ്കിൽ. അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്, 15 രൂപ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് LSP കോച്ചുകളിൽ നമുക്ക് പല ടൈപ്പ് വിൻഡോ ഉള്ള കോച്ചുകളുണ്ട്. ഒന്ന് ഇതേപോലെ സ്ലൈഡിങ് ടൈപ്പ്, പിന്നെ ഒന്ന് മറ്റേ ഷട്ടർ ഉള്ളത്. എനിക്ക് പക്ഷേ ഈ സ്ലൈഡിങ് ടൈപ്പാണ് ഇഷ്ടം, കാരണം ഇത് ഭയങ്കര കൺവീനിയൻ്റ്. മറ്റേതാണെങ്കിൽ ഷട്ടർ വലിച്ച് ചിലവൊന്നും താഴെ വീഴത്തൂരില്ല, അതുപോലെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മഴ പെയ്യുമ്പോൾ ഈ സ്ലൈഡിങ് ആണ് വേഗം ഇങ്ങനെ നമ്മൾ ബസ്സിലുള്ള പോലെ ഇങ്ങനെ ഇട്ടാൽ പിന്നെ വെള്ളമൊന്നും കയറത്തില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മറ്റേ ഷട്ടറുള്ള ടൈപ്പ് കോച്ച് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എനിക്കിതാണ് ഇഷ്ടം. കണ്ണൂർ ജനശതാബ്ദി ഓട്ടിക്കടിക്കാൻ വേണ്ടി കേരള സമ്പർക്കാർ ഇവിടെ എടപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടേക്കുന്നതുണ്ടോ. ഒരു രസകരമായ കാര്യം പറയാം, അതായത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ വണ്ടി LSP ആണല്ലോ, അപ്പം ഇതും വേണാടും തമ്മിൽ ബാക്ക് ടു ബാക്കാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് പറയില്ല വേണാട് വരുന്നത്. അപ്പോൾ അറിയാത്തവർ ഇപ്പോൾ ആലുവ സ്റ്റേഷനിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ആദ്യം വരുന്നത് ഇതായിരിക്കും, ഈ ഇൻ്റർസിറ്റി ആയിരിക്കും. അപ്പോൾ ആൾക്കാർ ഇതായിരിക്കും അയ്യോ വേണാടാന്ന് പറഞ്ഞാൽ ഇതേ കയറുന്നു നോക്കി, ബോർഡൊന്നും നോക്കാതെ. കാരണം രണ്ടും ഒരേപോലെ ഇരിക്കുന്ന, ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അതെന്തായാലും ഭയങ്കര കൺഫ്യൂസിങ് ആട്ടോ. അതുകൊണ്ട് എല്ലാവരും ബോർഡ് നോക്കി കാരണം ഇങ്ങനത്തെ 3 വണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഒന്ന് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി, വേണാട്, പിന്നെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി. ഒരേപോലത്തെ 2 വണ്ടിയാണ് ഇപ്പോൾ പോയത്, കണ്ണൂർ ജനശതാബ്ദി പിന്നെ നമ്മളും. നിങ്ങൾക്ക് ബാംഗ്ലൂർ പോകാൻ ടിക്കറ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ശരിക്കും ചൂസ് ചെയ്യാൻ പറ്റും. നല്ല വണ്ടിയാണ്, സീറ്റ് കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജനറൽ ആണെങ്കിലും സീറ്റ് കിട്ടും, കടന്നു പോകാൻ പറ്റും. ഓവർനൈറ്റ് വണ്ടിക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു പ്രശ്നം, ഒരു ഡേ ഫുള്ളങ്ങ് പോവും. ഒരു ഡേ സ്പെൻഡ് ചെയ്യാവുന്ന ആൾക്കാരാണ് സീനില്ല, ഒരു ഡേ ഫുൾ പോവും. അതാണ് മെയിൻ പ്രശ്നം. നല്ല പുതുപുത്തൻ കോച്ചാണ്, ധൈര്യമായിട്ട് ഈ വണ്ടിക്ക് പോകാൻ പറ്റും. ഒരു 9:30 എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് SMBT ബാംഗ്ലൂർക്കാണ് പോകുന്നത് ഓഗസ്റ്റ് മുതൽ. അതുവരെ ഇത് KSR ബാംഗ്ലൂരാണ്. ഓഗസ്റ്റ് 15 മുതൽ ജാനുവരി വരെ, 2026 ജാനുവരി വരെ ഈ വണ്ടി SMBT ബാംഗ്ലൂർ വരെ സർവീസ് നടത്തുന്നത്. കാരണം അവിടെ എന്തോ വർക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ല സത്യം എന്തോ അത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഈ കാര്യം പറഞ്ഞായിരുന്നു. പുതിയതായിട്ട് LSP നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പായി ആലുവയിൽ വന്നിരിക്കുകയാണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അമ്പരന്ന് പോകും. കാരണം ഇതെന്താണ് പുതിയ വണ്ടി എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാരുടെ മുഖത്തൊക്കെ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണാൻ പറ്റും ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ. ആൾക്കാരൊക്കെ ചോദിക്കുന്നു കേട്ടോ SBC ഇൻ്റർസിറ്റി ഇത് തന്നെയാണെന്ന്. കാരണം പുതിയ കോച്ചായണ്ടേ പലർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ആലോ വന്ന് ആളെ കയറ്റി ഉടൻ തന്നെ നമ്മുടെ ഇൻ്റർസിറ്റി വിട്ടു കേട്ടോ ഇവിടുന്ന്. അങ്കമാലി എത്താൻ നേരത്തെ ഇതേപോലെ അങ്ങേ അറ്റത്തുനിന്ന് ഒരു ട്രാക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. ആ ട്രാക്കാണ് ഈയിടെ പിന്നെയും ഫേമസ് ആയി വന്ന അങ്കമാലി ശബരി പാതയുടെ ട്രാക്ക്. അത് കുറച്ച് ഭാഗം ട്രാക്ക് അവർ വെച്ചതാണ്. പിന്നെ അത് പദ്ധതി മുടങ്ങിയ പിന്നെ അത് ഉപേക്ഷിച്ചു. പിന്നെ ഇപ്പം അത് വരുന്നുണ്ട്, എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. ഒക്കെ നടന്നാൽ അടിപൊളിയായിരിക്കും, നോക്കാം. നമുക്ക് റെയിൽവേ തന്നിരിക്കുന്ന നല്ല പുതുപുത്തൻ കോച്ചുകളാണ്. അപ്പോൾ നമ്മളിനി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലിരിക്കും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു വണ്ടിയുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് സീറ്റോ വിൻഡോ ഒന്നും നശിപ്പിക്കരുത്. ദയവേറി യാത്ര ചെയ്യുന്നവർ അതെന്തായാലും മനസ്സിൽ വയ്ക്കുക. ഇതൊക്കെ നമ്മുടെയും കൂടെ സ്വന്തമാണ് റെയിൽവേ, വേറെ ആൾക്കാരെ ആരുടെയും അല്ല. ഇതൊക്കെ നമ്മുടെയും കൂടെ ആണ്. നമ്മൾ വൃത്തിയാക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളത് വാഷ്റൂം ഉപയോഗിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് നല്ല ക്ലീൻ, നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. അപ്പോൾ ദയവേത് വാഷ്റൂമിൽ പോകുന്നവർ ഈ വെള്ളം താഴെ ഇടാതെ നോക്കുക. വെള്ളം താഴെ ഇട്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് താഴെ മാറ്റിട്ടേക്കുന്നത്. അതുകൊണ്ട് ദയവേത് ബാത്റൂമിൽ പോകുന്നവർ ഇവിടെ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ താഴെ വെള്ളം ഒഴിക്കുകയോ ചെയ്യാണ്ടിരിക്കുക. വെള്ളം അകത്ത് മാത്രം ഒഴിക്കുക. ദയവേത് പുറത്ത് വെള്ളം ഇട്ട് നശിപ്പിക്കരുത് ഈ ബാത്റൂം. ദൈവത്തെ ഓർത്ത് ബാത്റൂം ഉപയോഗിക്കാൻ നമ്മൾ ആർക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പൊതുവെ ബാത്റൂം ഉപയോഗിക്കാൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബാത്റൂമാണ് ഏറ്റവും വലിയ കാര്യം. ബാത്റൂം ആരും നശിപ്പിച്ച് വെക്കരുത്. ബാത്റൂം നല്ലപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ വീട്ടിലെ ബാത്റൂം പോലെ തന്നെ ട്രെയിനിലെ ബാത്റൂം സൂക്ഷിക്കുക. മഴയും തുടങ്ങി. മഴയത്ത് നമ്മുടെ ആ ചുമന്നതും നീല കളറുമായ നമ്മുടെ
ബംഗളൂരു ഇൻ്റർസിറ്റി പോകുന്നത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിലും മഴയത്ത് ട്രെയിൻ പോകുമ്പോൾ അടിപൊളിയല്ലേ കാണാൻ. പിന്നെ LHP ഈ ടൈപ്പ് വിൻഡോയുടെ വേറെ ഉപകാരം എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം അകത്ത് കയറത്തില്ല. കാരണം ഇത് നല്ല നല്ല അടിപൊളി ക്വാളിറ്റി സാധനം. ഈ ഒരു സ്ലൈഡിങ് വിൻഡോ ഇവിടെ ഇങ്ങനെ ലോക്ക് വീണാൽ ഒരു തുള്ളി പോലും വെള്ളം അകത്തേക്ക് കയറത്തില്ല. അതാണ് ഒരു അഡ്വാൻറ്റേജ്. മറ്റേ ഐസേഫ് വരുന്നപ്പോൾ ഷട്ടറാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചോരും അങ്ങനെ ഒരേ പ്രശ്നമൊക്കെ. പക്ഷേ ഇതിന് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ LHP ബംഗളൂരു ഇൻ്റർസിറ്റി അങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ലെഗ് സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യമൊന്നുമില്ല. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഈ ഒരു സീറ്റിലെടുത്ത് പോകാന്ന് വെച്ചാൽ ഭയങ്കര ചടങ്ങ്. കാരണം നമ്മുടെ നടുപൊടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റ ഇരിപ്പല്ലേ. ഈ LHP സെക്കൻഡ് സീറ്റിംഗ് അഥവാ ചെയർകാർ കോച്ചില് 108 പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ ഒരു കോച്ചില്. നമ്മുടെ ബംഗളൂരു ഇൻ്റർസിറ്റി അങ്ങനെ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും പാലക്കാട് ഡിവിഷനിലേക്ക് കയറുവാണ് കേട്ടോ. ഭാരതപ്പുഴ കടന്ന് ഇൻ്റർസിറ്റി വണ്ടികളിൽ ഇനി LHP ആവാനുള്ളത് നമ്മുടെ പരശുരാമും ഏറനാടുമാണ് കേട്ടോ. അതൊക്കെ ഇനി ഏത് കാലത്താവോ എന്തോ ഒരു പിടുത്തവും ഇല്ല. ആർക്കറിയാം, പാലക്കാട് ഡിവിഷൻ ആയതുകൊണ്ട് അറിയത്തില്ല എപ്പോഴാവുമെന്നൊന്നും. ഇതിൻ്റെ AC ചെയർ കാറിൽ ശരിക്കും അകത്തിരുന്ന ഒന്നും കേൾക്കത്തില്ല. ഭയങ്കര സൗണ്ട് പ്രൂഫ് ഐസിഎഫിനെക്കാട്ടും നല്ല സുഖമാണ് ഇരിക്കാൻ വേണ്ടി. വലിയ വിൻഡോ ആണ്. അപ്പോൾ ഇതിൻ്റെ AC ചെയർ കാർ നിങ്ങൾ ആരെങ്കിലും പറ്റുവാണെന്നോട്ട് യാത്രയാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ബംഗളൂരു ഇൻ്റർസിറ്റി ഒറ്റപ്പാലം സ്റ്റേഷനിൽ വെച്ചിട്ട് പാലരുവി എക്സ്പ്രസിനെ ഓവർടേക്ക് അടിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സ്ഥിരം ഓവർടേക്ക് അടിക്കാറുണ്ട്. അങ്ങനെ നല്ല കിടിലൻ വീഡിയോസ് ഓൺ ദ വേ ആണ്. അടുത്ത വീഡിയോ നമ്മുടെ മൺസൂണിൽ കൊങ്കൺ റെയിൽവേത്തോടുള്ള യാത്രയാണ്. പൂർണ്ണ എക്സ്പ്രസ്സിൽ ഉച്ചാർ വഴി ബൽഗാം വരെ പോയായിരുന്നു. അപ്പോൾ 3 വീഡിയോ വരുന്നുണ്ട്. അതിൽ 3ാമത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഞാൻ പറയാൻ വരുന്ന വഴിക്ക്. അപ്പോൾ 3 വീഡിയോ ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് വരെ നമ്മൾ എന്തായാലും പോകുന്നുള്ളൂ. പാലക്കാട് എത്താറായി. മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ നല്ല പച്ചപ്പിൽ കിടക്കുകയാണ് നമ്മുടെ പാലക്കാട്. നമ്മുടെ ബംഗളൂരു ഇൻ്റർസിറ്റി 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചുകൊണ്ട് ഇവിടെ പാലക്കാട് ജംഗ്ഷനിലേക്ക് വന്ന് കയറുക കേട്ടോ. അടിപൊളി ഓട്ടോ ആയിരുന്നു. നല്ല ആക്സലറേഷനാണ് P7 ആയതുകൊണ്ട്. കോയമ്പത്തൂരൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഇൻ്റർസിറ്റി ഫുള്ളാകും കേട്ടോ. ഇപ്പോൾ വലിയ ആളൊന്നുമില്ല. എല്ലാവരും ചോദിക്കും പരസ്പരം ഇത് തന്നെയല്ലേ വണ്ടി, ഇത് തന്നെയാണോ, ഇത് വേറെ ഏതാ വണ്ടി, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോരുത്തരെ. അങ്ങനെ നമ്മുടെ പുതിയതായിട്ട് LHP ആയ എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി കയറി നമ്മൾ പാലക്കാട് വന്നിരിക്കുകയാണ്. ജനറലൊക്കെ ഇപ്പോൾ ആളായി കേട്ടോ. ആളായി വരുന്നുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരാകുമ്പോൾ ജനറൽ ഒന്നുകൂടെ ഫുള്ളാകും കേട്ടോ. ഇപ്പോൾ എറണാകുളത്ത് തന്നെ വേണം ജനറലിൽ കയറാൻ. സീറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടൂല.
ഇപ്പൊ LHP ആയതുകൊണ്ട് മിക്കവാറും ഇനി ഇതിന് എല്ലാ ദിവസവും WP7 കൊടുക്കാനാണ് ചാൻസ്. കാരണം LHPയോടെ മാച്ചിങ് അതല്ലേ. അതുപോലെ LHP കോച്ചിന് കറണ്ട് വേണ്ടതുകൊണ്ടേ P7 തന്നെ കൊടുക്കും. മറ്റേ WP4 കൊടുത്താൽ അതിന് മറ്റേ ഹെഡ് ഓൺ ജനറേഷൻ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് ഇവർ ജനറേറ്റർ കാർ ഓണാക്കി ഡീസൽ കത്തിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിലും കൺവീനിയൻറ്റ് ഇതല്ലേ, അതുകൊണ്ട് അവർ ഈ ലോക്കോ തന്നെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. ഇത് ബിഫോർ ടൈം വന്ന് കയറിയണ്ടേ, ഓൺ ടൈമിന് പുറപ്പെടാൻ വേണ്ടി ഇവിടെ ഇട്ടേക്കുക. അപ്പോൾ ഇത് പുറപ്പെട്ട് നമുക്ക് ഫുൾ റേക്കിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. പുറകിൽ 2 ഉണ്ട്. 2024 വീട്. ആ കൊള്ളാം. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. പുറകിൽ 2 24 വീടാണ് കേട്ടോ. ബാക്കിയെല്ലാം 25. പക്ഷേ പുറകിലത്തെ 2 24. ബാക്കിയെല്ലാം പൂർവ്വത്തിൽ. ആ 2 എവിടെ നിന്ന് കിട്ടിയോ എന്തോ. അങ്ങനെ ഇൻട്രസിറ്റി പോയി. ബൈ. അപ്പോൾ എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫസ്റ്റ് LHP റൺ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് കൊങ്കൺ റെയിൽവേക്കൂടെയുള്ള മൺസൂണിലെ യാത്രാ വീഡിയോ ആണ് വരുന്നത്. 3 വരുന്നുണ്ട്. മറക്കരുത് കാണാൻ വേണ്ടി. നല്ല അടിപൊളി വിഷ്വൽസ് ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നെക്സ്റ്റ് ഡേ കൊങ്കൺ റെയിൽവേയിലെ വീഡിയോസ് ആയിട്ട് കാണാം. പൂർണ്ണ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അടുത്ത ദിവസം വരുന്നുണ്ട്. കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ.